ആദ്യത്തെ ദൈവഹിതം എപ്പോഴും സന്തോഷത്തോടു കൂടിയിരിക്കണം. ഈ സന്തോഷം കിട്ടണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ നിയന്ത്രിക്കണം. ലോകത്തിന്റെ അരൂപിയാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും സന്തോഷിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയോ? ശ്രദ്ധിച്ചു കേട്ടോ. ലോകമാണ് നമ്മളെ നിയന്ത്രിക്കുന്നതെങ്കിൽ, ലോകത്തിൽ ചില കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ സന്തോഷം കിട്ടിയും എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ, അച്ഛൻ ഒരു കാര്യം പറയാം, നിങ്ങൾ ജീവിതത്തിൽ സന്തോഷിച്ചെന്ന് വരില്ല. കാരണം നമ്മൾ മനുഷ്യരാണ്. ഒരുവന്റെ സന്തോഷം എപ്പോഴും ഇരിക്കുന്നത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ്. കാരണം ദൈവത്തിന് മാറ്റമില്ല. അവന്റെ സ്നേഹം മാറാത്ത സ്നേഹമാണ്. ലോകത്തിൽ ഒരു വ്യക്തിക്ക് അങ്ങനെ സ്നേഹിക്കാൻ പറ്റില്ല. ഇന്ന് സ്നേഹിക്കുന്നവൻ നാളെ സ്നേഹിച്ചെന്ന് വരില്ല. ഇന്ന് ചേർത്ത് പിടിക്കുന്നവൻ നാളെ ചേർത്ത് പിടിച്ചെന്ന് വരില്ല. ഇന്ന് നിന്നെ കുറിച്ച് നല്ലത് പറയുന്നവൻ നാളെ നിന്നെ കുറിച്ച് അതേ ആദരങ്ങൾ കൊണ്ട് തന്നെ ചീത്ത പറഞ്ഞെന്ന് വരാം. അതുകൊണ്ട് യഥാർത്ഥ ആനന്ദം ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ദൈവ പൈതലിൽ സ്വർഗം നിക്ഷേപിക്കുന്നതാണ് യഥാർത്ഥമായ ആനന്ദം. അത് ലോകത്തിന് എടുത്തു കളയാനും പറ്റില്ല, അത് ലോകത്തിന് തരാനും പറ്റില്ല.